ഹായ്. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ ചമ്മന്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ മാങ്ങയുടെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നല്ല വെളിച്ചെണ്ണ കേട്ടോ പാർന്ന് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇതാക്കണം ഞാൻ കാശ്മീരി വറ്റൽമുളകാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അത് ഒരു 4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാക്കണം നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഒന്ന് കളർ വ്യത്യാസം വന്നിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ ആ മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഇനി ആ മാങ്ങയെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ മാങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതൊക്കെ ഞാൻ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയും മാങ്ങയും അതുപോലെ തന്നെ നമ്മളെ കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മുളക്, കാശ്മീരി മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതൊക്കെ ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ചമ്മന്തി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഈ ഒരൊറ്റ ഐറ്റം മതി കേട്ടോ. അപ്പോൾ വീട്ടിൽ മാങ്ങാക്കാലം കഴിയുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ 3-4 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.